ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രണ്ടാം ദിവസമാണ് കേട്ടോ. നമ്മൾ ഷൂട്ടിന് ഇറങ്ങുകയാണ്. നമ്മുടെ അജയ് ബ്രോ ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി വന്നു കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. 6 മണി എന്നുള്ളത് 6:30 കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വണ്ടി കുറച്ച് നടന്നു പോകണം. പറഞ്ഞ് ഇങ്ങോട്ട് അടുത്തോട്ട് വണ്ടി വരത്തില്ല, റോഡ് പണി നടക്കുന്നുണ്ട്. സംഭവം ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന വീട്. എന്താ ഇന്നലെ കളിപ്പിച്ചല്ലടാ നിങ്ങളാ? ഇവരെ ഇപ്പൊ തുറന്നു വിട്ടതാണല്ലേ? പിന്നെ ഇപ്പൊ ഇത് എവിടെ നിന്ന് ചാടിക്കൊണ്ടുവന്ന്? ഇവരിവിടെ ഫുൾ ടൈം ഉണ്ടെന്നേ. ഫ്രീ ആണ്. പിന്നെ എന്നിട്ട് രാത്രി കണ്ടപ്പോൾ രാത്രി ഇങ്ങനെ അല്ലായിരുന്നല്ലേ നിങ്ങളടുത്ത്? നമ്മളാ ഇന്നലെ നിങ്ങളെ കൂടെ ഇങ്ങനെ കളിപ്പിച്ചവരൊക്കെ എവിടെ? ഇവരെല്ലാരും ഇവിടെ വളർത്തുന്ന ആളുകളാണ് കേട്ടോ. വളർത്തുന്ന ടീമുകളാണ്, വെളിയിൽ നിന്നൊന്നും വന്നതല്ല. ഇവരെല്ലാം ഇവിടെ ഉള്ളതാണ്. ഇന്ന് വന്ന സമയത്ത് ഭയങ്കര കുരയിലും ബഹളവും കയറുന്നു കേട്ടോ. പക്ഷെ പെട്ടെന്ന് ഇണങ്ങി. എന്നാലും ചെറിയൊരു പേടിയുണ്ട്. ആ വരുന്നു. എന്താ പോടാ ഇതിലാജേ ലൈറ്റൊക്കെ ആണോ ചോട്ടാ? എന്തെറ്റി? എടാ വായിൽ കൈ വയ്ക്കണ്ടേ? കുഴപ്പമൊന്നുമില്ല. അവൻ ഇന്നലെ നോക്കിയപ്പം ആ വീട്ടിന്റെ അകത്തൊക്കെ നിൽക്കുന്നു ഈ കൊച്ചു വെട്ടി. അതാ കടിക്കുന്നതായിട്ട് മാറിയില്ല. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോവുകയാണ്. ഞാൻ പതുക്കെ ഇറങ്ങട്ടെ. ആ ചെറുവ എന്നെ ഇട്ട് കപ്പുന്നു. ഗേറ്റിന്റെ വെളിയിൽ ഇറങ്ങപ്പോഴേ അവരെ സ്വഭാവം മാറും കേട്ടോ. ചിലപ്പം ഇത് തിന്നുന്ന ഒന്നുമല്ല കേട്ടല്ലേ. നമ്മളെ കൂടെ പോകണത്. എടാ പോടാ പോടിയാണോടാ? അത് അത് പോടിയാണ്. അത് പോടിയാണ്. തേങ്ങ വരുന്നെല്ലാം കൂടെ പുറകെ. അപ്പോ ഇറക്കുന്ന ചിലപ്പോ കപ്പാൻ തോന്നിയല്ലോ. ഇത് റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടേക്കണം കേട്ടോ. അവര് ചകിരി വിരിച്ചിട്ടേക്കാണ് വെള്ളം പിടിക്കാനായിട്ടേ. ഉടനെയുള്ള റോഡ് പണി തീരാത്തത് കൊണ്ടാണ് വണ്ടി അങ്ങ് അടുത്തോട്ട് ചെല്ലാത്തത്. ഇപ്പോൾ കുറച്ച് നടന്നു പോകണം. കുറച്ച് നടന്നു പോയപ്പോഴേ കുറച്ച് നടന്നാൽ മതി. ഓ മാൻ പേടിപ്പിക്കില്ല. ഇതിൽ നിന്ന് കാണാതാവും. എടാ നിന്നെ കാണാതെ മുഖമുണ്ടൊക്കെ ആവും കേട്ടോ. വീട്ടിൽ പോകും. അമ്മ ബാക്കിലുണ്ട്. ഇതാ കിടക്കുന്ന സുഹൃത്തുക്കളെ, നമുക്ക് പോകാനുള്ള വാഹനം. ഛർദിക്കുന്നുണ്ട്. വെള്ളം കുടിച്ചില്ല. അല്ലാതെ വരുന്ന ബൈക്കിൽ ഇതൊക്കെ അങ്ങ് തിരിച്ചു വന്നു. വണ്ടി കയറപ്പം അവർ ശശിയാവും. വീട്ടിപ്പോടാ. ആ എടി ഓക്കെ 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 चल चलो ಸೈಟ್ ಗದೆ ಓಡೆ ಅಡಿಗೆ ಅದೇ ಬೇತೆ ಇರ್ಲಿಕ್ಕೆ ಇರುತ್ತೆ. ನಾಳೆ ಜಾನತೆ ಸರಿ.
എങ്ങനെയുണ്ടായിരുന്നു? ഡോർ ബിച്ചു എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഡോറ് തുറക്കാൻ. അല്ലെങ്കിൽ നിനക്ക് കന്നഡ അറിയാലേ? പിന്നെ നീ ഉള്ളതുകൊണ്ട്. ഐ ക്യാമറ ആയിട്ട് നടക്കാം. നമ്മള് ഫുഡ് കഴിക്കാൻ പോണോ കേട്ടോ. എടാ അത് ഞാൻ വെളി വെച്ച് എല്ലായിടത്തും വെളി വെച്ച്. ആ ഫുഡ് കഴിക്കാൻ പോണോ കേട്ടോ. രാവിലെ ഇഡലി ഗർഭ, വട ഗർഭ, ചമ്മന്തി ഗർഭ, വേസ്റ്റ് കറുപ്പ പൈപ്പ് തുറ ഗർഭ. അതിനാണ് എഴുതുന്നത്. പിന്നെ തരാം. പോ ചട്നി കുറച്ചുകൂടെ ഒഴിച്ചു. എടാ ഇതെന്തിനാണ്? മുളക് ചട്നിയാണോടാ? അതും കൂടെ ഒഴിച്ചു. എരിവ് തൂറും. അയ്യോ ഒഴിച്ചു. ആ മറക്കി. ഉപ്മാവല്ലേ? ഉപ്പാവ് വേണ്ട. ഉപ്മാവല്ലേ? ആ അല്ലെങ്കിൽ ഉപ്പാവ് സൈഡ് വെച്ചോ. വെച്ചോ. ഓ അതിൽ വെച്ചോ. അത്ര വെച്ചോ മതി. അക്ഷരമൊന്നും അറിയില്ലല്ലോ. ഇനി ചായ ഒക്കെ കുടിക്കാളെ. നമ്മൾ ഒരു യാത്രയൊക്കെ ചെയ്താലേ ചായ ഒക്കെ കുടിക്കാം അല്ലേ ഗൈസ്? ഇതെന്തിനാണ്? അത് വെച്ചോ. എവിടെയെങ്കിലും വെച്ചോ. അത് വെച്ചോ. ആ വെച്ചോ. ആയോ കഴിയാൻ പോകും. അവിടെ മേശ ഉണ്ടായിരുന്നു അവരിരുന്നിടത്ത്. അത് ഇരുന്നിടത്തുണ്ട്. നമുക്കിവിടെ ഇരിക്കുമ്പോ ഓക്കെ. ഇവിടുത്തെ ഫസ്റ്റ് ലൊക്കേഷൻ ഫുഡാണ് കേട്ടോ. ലൊക്കേഷനിൽ വന്നിട്ട് കഴിക്കുന്ന ആദ്യത്തെ ഫുഡാണ്. ഓക്കെ അടിപൊളി. അല്ല എങ്ങനെയുണ്ടല്ലേ? ചട്നി സൂപ്പർ അല്ല? പിന്നെ ഇവിടുത്തെ ചട്നിയൊക്കെ വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റാണ്. അല്ല ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് ദൊഡ്ഡലി. ഇതാണ് ഗൈസ് ദൊഡ്ഡലി. പാവം ചോറ് കഴിച്ച് ചോറ് ഇത് കഴിച്ച് ലെമൺ റൈസ് പോളാന്ന്. സ്പോട്ട് വരാൻ പറഞ്ഞു. അവിടെ ആരും ഇല്ല, ചുമ്മയാണ് കൈ കാണിക്കണേ. ഞാൻ ചുമ്മാ ഷോ പട്ടി ഷോ അവിടെ വന്നു നിന്നിട്ട് ഫുള്ള് ക്രൗഡിനെയും 4 ഇറ്റ് നോക്കി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വരണം. പിന്നെ അകത്തോട്ട് പോവാം. നമുക്ക് അകത്തോട്ട് പോവാം. ഇത് നമുക്ക് BTS ഇടാം, കുഴപ്പമില്ല. വ്ളോഗ് ഇടാതെ പടം ഇറങ്ങിയതിന് ശേഷം BTS ഇടാം. അതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം. അവിടെ പോവാം. സാജ് BTS ഫുള്ള് ഇട്ടു. പിന്നെ ഓ
പിന്നെ എന്നാ കിട്ടണ്ടല്ലോ എനിക്ക് ബ്ലോഗൊന്നും നമ്മളൊന്നുമില്ല. This is junior headmaster. ബാക്കിലുള്ളതേ നല്ല രസമുണ്ട്. വാവ്, ഒന്നുമില്ല നാളേക്ക് അപ്പോൾ ഗൈസ് എനിക്ക് പാൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അവർക്കെല്ലാവർക്കും ബാക്കിയുള്ള ടീഷർട്ടും സാധനങ്ങളും ഉണ്ട്. എനിക്ക് ഷർട്ട്ലെസ് ആണ്, അതുകൊണ്ട് എനിക്ക് പാൻറ്റ് മാത്രമേ ഉള്ളൂ. അളേതോ ആ സാധനം ഒക്കെ എടുത്തോണ്ട് പോടെ കണ്ടത്. സിമ്പിളി കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ലൊക്കേഷനിൽ ഉള്ളിലേക്ക്. ചാർജ് ഇപ്പോൾ തീരുമല്ലേ ഉള്ളിൽ. അനീഷേ എവിടെ പോണേ? ഇവിടെ പോവുകയാണ് സുഹൃത്തുക്കളെ എല്ലാവരും കൂടി. ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി നമ്മുടെ ആദി പ്രോതാപിക്കുന്നു. ചത്തില്ലടാ ഇതില് പൊക്കുക. എത്ര 1000 കിലോ ആണ്? 1000 ഒന്നുമില്ല, ഇതിലും കുറച്ച് വെയിറ്റുണ്ട്. 1000 ഒന്നുമില്ല. ഇത് പൊക്കാൻ പറ്റുന്ന സാധനമാണ്, പക്ഷെ നമ്മളെ കൊണ്ടൊക്കില്ല. ഫ്ലാഗ് ചെയ്യാൻ പോകണേ. ഒരു പ്രാക്ടീസ് ഇല്ല, കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. കുറ്റമൊന്നും പറയരുത്. ഇവിടെ വാ. ആയി തുറന്നു വരും ചിലപ്പോ. നല്ല ഡോറ്. ഓക്കെ, നോക്കട്ടെ. ആപ്സ് നോക്കട്ടെ. ഇല്ല, കണ്ടന്റ് മാറി ഒൺലി ഫാൻസ് ആയി. ക്യാരവനിലോട്ട് പോട്ടെ. സംഭവം ഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. ആദ്യം പോകണ്ട. ക്യാരവനില്ലേ? തട്ടി വിളിച്ച് ആർട്ടിസ്റ്റ് ഇപ്പം വന്നാ? ഇപ്പം കുറച്ച് മുമ്പ്. ഫൈറ്റർ
സാജുറേ ആ വാ വാ കിട്ടിയോ? ഓക്കെ. ഇവരിട്ടേക്കുന്ന ബഡ്ജറ്റ് പ്ലാൻ കറക്റ്റ് അല്ല. റൂമിൽ ഇരിപ്പുണ്ട്. അമ്മ ചിപ്സോ? ഇന്നലെ എൻ്റെ തന്ന ചിപ്സ് ഇവന്റെ അപ്പുറത്ത് വെച്ച്. അത് നീ വീട്ടിൽ കൊണ്ടുവച്ച് എൻ്റെ അടുത്ത് തിരിച്ചാരും ചോദിച്ചില്ല. ഞാൻ ഇന്നലെ അനീതിയാണ് അനീതി. ഇവന്റെ ഇന്നലെ കൊടുത്ത ചിപ്സ് വീട്ടിൽ കൊണ്ടുവച്ച് നമ്മള് ഞാൻ ഇന്നലെ എഡിറ്റ് ചെയ്തിരുന്നപ്പോഴേ ഇവരെല്ലാരും പോയി. ഞാൻ മാത്രമല്ല, ഞാൻ പലവണ ചിന്തിച്ചത് പൊട്ടിച്ചാലോ അത് ഓൾറെഡി പൊട്ടിച്ചതാ. നീ തിന്നിട്ടും ഉണ്ടാവും. ഇല്ല തൊട്ടില്ല ഇല്ല. അതവിടെ ഒരുപാട് മറന്നുപോയി. ഇനി താഴത്തെ സംഭവം കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇനി വന്നിട്ട് മുകളിലുള്ള ഫൈറ്റ് സീൻസാണ്. നമ്മുടെ ആർട്ടിസ്റ്റുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ. എന്ത് പറ്റിയാ? ആ അതങ്ങനെ തന്നെ. ചീറ്റൊന്നുമില്ല. അത് കുഴപ്പമില്ല. ഞാൻ ചാർജ് ഇടണം. ചാർജ് തീർന്നു പോയി. ഇത് പിടിച്ചോ. ഓക്കെ. മോനെ ഒരു കസാരയും കൂടെ എടുത്തോ. അത് അപ്പുറത്ത് പാടല്ല. അവിടെ ഉണ്ട്. അതിന്റെ ഇടയിൽ കയറണ്ടേ വൈ. വെള്ളം ഇല്ലല്ലേ? ഞാൻ മേലെ കയറിയിട്ട് വീഡിയോ കാണിച്ചിട്ട് അവിടുത്തെ പട്ടിയുടെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഹായ്. നല്ല പട്ടികൾ തീട്ടില്ലേ? കാളക്കുട്ട അമ്മ ഒരുത്തന്നെ ശല്യം ചെയ്യുന്നത് 6:30 ഫുൾ. ಇಲ್ಲಿಂದ ಕಾಲ್ ಬರ್ಲಿಕ್ಕಾಗುತ್ತೆ 5 ನಿಮಿಷ. ಹಾಂ, ಇಲ್ಲಿಂದ ಎಷ್ಟಾಗಿದೆ ಸಾಕು. ಒಂಚೂರು ಇಲ್ಲ ಇದ್ರೂ ಪರವಾಗಿಲ್ಲ. അപ്പോൾ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞേട്ടാ. നമ്മളെല്ലാവരും ഇറങ്ങുവാണ് നേരെ റൂമിലോട്ട്. ഇനി നാളെ 2ാം ദിവസം. ഓക്കെ ഗായ്സ്, വണ്ടി ഇവിടെ കിടക്കണ്ടേ. പിള്ളേരെ പോകുമല്ലേ? I should die. നമ്മൾ 4 പേരല്ലേ ഉള്ളു. കട്ടള ഗോപാലിനെ പിടിക്കാൻ സഹായിക്കുമോ? ബേക്കിലോട്ട് പോയി കിടന്നുറങ്ങാൻ. എടാ പറയടാ, ലാസ്റ്റ് കടയിൽ അണ്ണാ ഇന്നലെ നിപ്പാട്ടി കടയില്ലയാ നൈറ്റ് ജംഗ്ഷൻ ഷോപ്പ് നിർത്തണേ. എണ്ണ സോപ്പ് എങ്ക ഏരിയ കിട്ട വരാതെ. വെളിച്ചെണ്ണ വാങ്ങണം കേട്ടോ. ഈ മാർക്ക് ഇട്ടേക്കുന്നത് മായ്ച്ച് കളയാനായിട്ട് സംഭവം പലരും അത് ഒറിജിനലാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. നോക്കണം. പാരഷൂട്ട് വിളിക്കണം.
വെളിച്ചെണ്ണ മേടിച്ച്. അതെന്തേര് തൈരെന്തിന് കുടിക്കാനാ നല്ലതാ. അതെ എനർജി ഡ്രിങ്ക് ഗുഡ് നൈറ്റ്. സമയം ടൈം ബ്രോ can you give your number phone number ഉണ്ടോ നമ്മുടെ നമ്പർ അപ്പോൾ നമ്മൾ അന്ധകാരത്തിലേക്ക് പോവുകയാണ് കൈ. മക്കളെ വന്നു വീടടങ്ങുന്നുണ്ട്. ഇന്നലത്തെ പോലെ തന്നെ ആകെ ലൈറ്റ് ഇട്ട് തന്നു. മണം അറിയാലടാ. വേറെ പുതിയ ആളുകളുണ്ടോടാ? ആണ്ട ചെറുക്കം വന്നു. നിന്റെ ആള് വന്നു മാറ. ഗുഡ് ഈവനിങ്. നോക്ക് ഫുൾ ഫൈറ്റ്. വെരി ടയർഡ്. മോർണിംഗ് ടീ ഷോറിംഗ് എന്തോറ്റി വർക്കൗട്ട് ചെയ്യാനായിട്ട് പെർമിഷൻ ചോദിച്ചേ. വെളിയിൽ ഇറങ്ങിട്ടാ? അത് വെളുപ്പിന് ഇറങ്ങട്ടെ. 6 മണിക്ക് പോകുകയാണെങ്കിൽ അതൊക്കെ വൈപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ വർക്കൗട്ട് ചെയ്യണം. പിന്നെ ചെരുപ്പ് അവിടെ ഇന്നലെ കാണാൻ പോയി. ഹായ്. അപ്പോൾ നമ്മളെ റൂം കാണിച്ചു തന്നില്ലല്ലേ? അത് ഞാൻ മറന്നു പോയതാണ് കേട്ടോ. നമ്മൾ അപ്പുറത്തെ റൂമിൽ നിന്ന് ഇപ്പുറത്തെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ കിടക്കുന്ന റൂം. ഇവിടെ ഒരു വലിയ ബെഡും ഒരു ചെറിയ ബെഡും അതിലൊരാളുമുണ്ട്. ഓക്കെ. ഈ റൂമിൽ ഒരു മേശയുണ്ട്, AC ഉണ്ട്. ഇത്ര സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. കുഴപ്പമില്ലെന്നല്ല, അടിപൊളി റൂം. നമ്മൾ അപ്പുറത്തെ റൂമിനെക്കാട്ടിയും കിടില റൂമായിരുന്നു. നമ്മൾ ഹാളിൽ ഒരു സോഫ, ഒരു ടേബിള്, കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇത് കോമൺ ബാത്റൂമാണുള്ളത് കേട്ടോ. അതാണ് ബാത്റൂം, ടോയ്ലറ്റ്, ഓക്കെ, കപ്പ് കാര്യങ്ങളെല്ലാം. പിന്നെ ഇപ്പുറത്ത് വരുന്നത് വേറെ റൂമും. അവിടെ ഒരു ബെഡാണുള്ളത് കേട്ടോ. ഒരു ബെഡും നമ്മുടെ 2 ഫൈറ്റേഴ്സ്. പിന്നെ അവർക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം. വാവ്, വിശാലമായ ബാത്റൂം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന റൂം. ഇനി ചെറിയൊരു പണിയുള്ളതെന്ന് പറഞ്ഞാൽ മുഖത്തെ മേക്കപ്പ് ഒന്ന് കഴുകി കളയണം കേട്ടോ. ഈ സാധനം പലരും ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. കടയിലൊക്കെ പോയ സമയത്ത് എല്ലാവരും അന്തം വിട്ട് നോക്കുന്നു ഈ ചെറുക്കൻ്റെ മോന്ത ഇത് എന്തിനു പറ്റിയെന്നുള്ളത്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം. ഓക്കെ. ആദ്യം അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. എനിക്ക് മേക്കപ്പ് ഇട്ടിട്ട് ആരും ഇല്ല അവിടെ. എല്ലാരും പോയി. എവിടാ എന്റെ മേക്കപ്പ് ഇടുന്ന എടുക്കാൻ? ഞാൻ എടുത്തു. എന്റെ ഉണ്ട് സാധനം. 30 സെക്കൻഡ് വീടിന്റെ കിടപ്പുണ്ട്. കുറേ ഇല്ല. അവസാനം ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തു. ഇത് ചൊരണ്ട നാദിട്ട് പശയൊക്കെ ഇട്ട് വെച്ചേക്കാണ്. അത് കണ്ടിട്ട് എനിക്ക് വേദനിക്കും. ഇതാണോ വെള്ളം തട്ടുകള? മറ്റേ പൊട്ട ഇളകത്തില്ല. ഇത് ഒറിജിനൽ വരും. വലിച്ചിറക്കും. ആ ഫീല് വരുന്നത് കണ്ടിട്ട്. ഏത് മുറി ഇളകത്തില്ലേ? അപ്പൊ ഒരു ഇത് വരത്തില്ലേ? എന്ത് വിഷം അമാര് തേച്ചു തന്നു. തൊലി ഇളകിട്ടുണ്ട്. തൊലി ഇളകി 2 കളറ്. തൊലി ഇളകി കേട്ടാ. നാളെ അവർക്ക് വരയ്ക്കാനുള്ള ഇതുണ്ട്, ബേസ് ഉണ്ട്. അത് ആ ലൈന് വരയ്ക്കവര്.
കിരീടത്തിലെ മറ്റേ മോഹൻലാൽ നെറ്റിയില്. അതെ. എനിക്ക് ഇവിടെ ഒരു കിട്ടി ഇവിടെ കണ്ണാടിയില്ല. ഇന്നത്തെ ഫൈറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ടീമുകളാണ് കേട്ടോ. എന്ത് പറ്റിയാണ് ഒന്നും പറയണ്ട. കടുത്ത പോരാട്ടം, പൊടിഞ്ഞ പോരാട്ടം. കഞ്ഞി കുടിക്കണ്ടേ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് വരും. എല്ലാവരും ഒന്ന് ഫ്രഷ് ആവട്ടെ. അതുകൊണ്ട് ഒരുത്തൻ ഒരു ബോക്സർ ഇത് കഴിഞ്ഞിട്ട് തന്നിട്ട് ഇവിടെ വന്നിട്ട് ഇനി അവൻ്റെ ഇനി എന്തിനാണ് പരിപാടി? നിന്റെ വർക്കൗട്ട്സ് കണ്ട വള്ളിയും പുള്ളിയും കൊണ്ട് പോകണം. വെളിയിൽ ഒരുപാട് പട്ടികളുണ്ട്. അതിൻ്റെ ഇടയിലാണ് അവൻ്റെ വർക്കൗട്ടും കൊണ്ട് ഇറങ്ങണം രാത്രി 10 മണിക്ക്. ഞാൻ വരുന്നില്ല, പോടാ. എനിക്ക് വള്ളിച്ചാട്ടം പഠിപ്പിച്ചു തരുമോ? ഇല്ല, ഞാൻ എഡിറ്റ് ചെയ്തിട്ട്. നീ വള്ളിച്ചാട്ടം ഞാൻ നീ കിടന്നുറങ്ങും.